ആരാ വിളിക്കുന്നേ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാനാണെന്ന് പറയുന്നവരെ ഇഷ്ടം പോലെ ഉണ്ട്. നീ ആരാണെന്ന് തെളിച്ചു പറയണം. ഞാൻ വരുണ, കണിമംഗലത്തെ. ഓ, എന്താ വിളിച്ചേ? രാധിക എവിടെ? ആ, എന്തിനാ? എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ആ, അവൾക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ടാ ഫോൺ എന്നെ ഏൽപ്പിച്ചത്. മുത്തച്ഛി വെറുതെ പറയാ, അയാൾ അങ്ങനൊന്നും പറയില്ല. എടാ, ഫോൺ എന്നെ ഏൽപ്പിച്ചു. കണിമംഗലത്തിൽ നിന്നും വരുൺ വിളിക്കുകയാണെങ്കിൽ മുത്തശ്ശി സംസാരിച്ചാൽ മതി, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. ആ, നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യ്, അത് നിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലിൽ ഈ ഫോണിലേക്ക് വിളിക്കാനോ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പാടില്ല. ജീവിതം ഒരു കളിയല്ല മോനെ. നിന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി അവിടെ ഉണ്ട്. നീ മര്യാദ ഉള്ളവനാണെങ്കിലേ അവളെ സ്നേഹിക്കണം, എന്നിട്ട് അവൾക്കൊപ്പം ജീവിക്കുമേ. ഉപദേശമൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് അവൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞില്ലേ? എടാ ചെക്ക, നീ ആരോടാ കൽപ്പിക്കുന്നേ? ഈ സുകുമാരിയോടോ? ആറ്റുവാശ്ശേരിയിലെ കണിമംഗലത്തിന്റെ അത്ര പൊന്നും പണമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ചങ്കൂറ്റത്തിന് സുകുമാരിക്ക് യാതൊരു കുറവുമില്ല. നേരെ ചൊവ്വയല്ല പെൺകുട്ടികളോട് പെരുമാറുന്നതെങ്കിലേ നീ പറഞ്ഞ രാധിക ഉണ്ടല്ലോ, അവളെ കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. എന്നിട്ട് അവളെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കും. ഇക്കാലത്ത് പെൺപിള്ളേരൊരു പരാതി കൊടുത്താലേ അത് പോലീസുകാരെങ്ങനെയാ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാലോ. ഇടാ, വെറുതെ നാണം കെടാതെ സ്വന്തം തടി നോക്കിക്കോ, അതാ നിനക്ക് നല്ലത്. മുത്തശ്ശി, നിങ്ങൾ എന്തിനാ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ടൊന്നും രാധിക എന്നിൽ നിന്നും അടർത്തിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു ഫോൺ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇത് മാത്രമല്ല വരണ്ട മുമ്പിലുള്ള മാർഗം. അത് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. പിന്നെ അവൻ അടുത്ത മാർഗവും കൊണ്ട് ഇറങ്ങാൻ നിൽക്കുക. അതിന് നീ ഇനി അവളെ കണ്ടിട്ട് വേണ്ടേ മോനെ? നീ എന്നല്ല, ആരും കാണില്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ദേ ഇവിടെ തീർന്നു. ഇനി അതിലൊരു കുരുപ്പുണ്ടായാ പോലും അത് കയ്യോടെ കരിച്ചു കളയാനും ഈ സുകുമാരിക്കറിയാം. കേട്ടോടാ മോനെ.